അച്ഛനമ്മമാർ ഉപാസന എടുത്താൽ മക്കളും അത് പിന്തുടരേണ്ടി വരുമോ? നമ്മൾക്ക് ജീവിതത്തിൽ ഉണ്ടാവേണ്ട സമൃദ്ധിയും ഐശ്വര്യവും ആർജവും ഒക്കെ നേടാനാണ് ഉപാസന. ഈ ഒരു ചിന്ത കൊണ്ട് പല ഉപാസന എടുക്കാതിരിക്കുന്നത് വളരെ ദയനീയമായ ഒരു കാഴ്ചയാണ്. നമ്മളുടെ ആർജവം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി നമ്മുടെ പൂർവികർ സമൃദ്ധമായ മനുഷ്യൻ ഭൂമിയിൽ ജീവിക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും സന്തോഷത്തോടെ ജീവിക്കാൻ വേണ്ടി നമുക്ക് തന്ന വലിയ സമ്മാനങ്ങളാണ് ദേവതകളും കുലദേവതയൊക്കെ. പലപ്പോഴും ആ കുലദേവതയെ പൂർവികരെ തന്നത് നമ്മുടെ സമൃദ്ധി, പക്ഷേ നമ്മുടെ പൂർവികരൊക്കെ സമൃദ്ധിയിൽ ജീവിച്ചതിന്റെ കാരണം തന്നെ അവരുടെ ഉപാസന കൊണ്ടാണ്. ആ ഉപാസന മുന്നോട്ട് കൊണ്ടുപോകാതിരിക്കുന്ന സമയത്ത് ആ സമൃദ്ധി ചിലപ്പോൾ നമ്മളെ കൊടുക്കുക, ഉപാസനയിലൂടെ ഉണ്ടായ സമൃദ്ധി ഉപാസന നിന്നുമായി ഉണ്ടാവില്ല എന്ന് മാത്രമേ. അപ്പൊ അതേപോലെ ആ സമൃദ്ധി ഉണ്ടെങ്കിൽ അടുത്ത തലമുറ കോപ്പി ചെയ്യും. അപ്പം നമ്മളെ സംബന്ധിച്ച് എന്തുകൊണ്ടാണ് ഭാരതം ഫിലോസഫിയെ സംരക്ഷിച്ചത് പദ്ധതികളായിട്ടാണ്. അപ്പൊ കുട്ടികൾ ചെറുപ്പകാലത്ത് കാണുന്ന കാര്യങ്ങൾ അവരെ സ്വീകരിക്കുകയും പിന്തുടരുകയും മുന്നോട്ട് പോവുകയും ചെയ്യും. ആ പോകേണ്ടതിന്റെ ആവശ്യതയെ കുറിച്ച് അവർക്ക് അറിയാതിരിക്കുകയും അവർക്ക് മനസ്സിലാക്കി കൊടുക്കാതിരിക്കുമ്പോഴാണ് ആ